ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോകരുതായിരുന്നു എന്ന സുധീരന്റെ പരാമർശം സുധീരന് തന്നെ തിരിച്ചടിയാകുന്നു. പരസ്യ പ്രസ്താവന പാടില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സുധീരൻ തന്നെ ലംഘിച്ചു എന്നാണ് AI ഗ്രൂപ്പുകൾ പരാതിപ്പെടുന്നത്. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരായ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് AI ഗ്രൂപ്പുകൾ. അതേസമയം അടൂർ പ്രകാശിനെതിരായി തന്നെ സുധീരൻ കരുവാക്കുകയായിരുന്നു എന്ന് ബിജു രമേശും പീപ്പിൾ ടിവിയോട് പറഞ്ഞു. താനല്ല കോൺഗ്രസിനെ നശിപ്പിച്ചതെന്നും ബിജു രമേശ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടായതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനയ്ക്ക് ഹൈക്കമാൻഡ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പങ്കെടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞ് സുധീരൻ രംഗത്തെത്തിയതാണ് ഇപ്പോൾ പരാതിക്കിടയാക്കിയിരിക്കുന്നത്. ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ വേറൊന്നും കൊണ്ടല്ല, ഒരു സർക്കാരിനെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിന് മുൻകൈയെടുത്ത ഒരു സംഗതി, അതൊക്കെ നമ്മൾ ചില ഔചിത്യ മര്യാദകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം KPCC അധ്യക്ഷൻ തന്നെ ലംഘിച്ചിരിക്കുന്നുവെന്നാണ് A ഗ്രൂപ്പും I ഗ്രൂപ്പും ചൂണ്ടിക്കാട്ടുന്നത്. UDF മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്ന അടൂർ പ്രകാശിന്റെ മകന്റെ വിവാഹ ചടങ്ങിലാണ് തങ്ങൾ പങ്കെടുത്തത് എന്ന നിലപാടിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. മാത്രമല്ല, വിവാഹം എന്നത് തികച്ചും സ്വകാര്യ ചടങ്ങാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ തന്നെ മുൻനിർത്തി അടൂർ പ്രകാശിനോടുള്ള വിരോധം തീർക്കാനാണ് VM സുധീരൻ ശ്രമിക്കുന്നതെന്ന് ബിജു രമേശ് പറഞ്ഞു. അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് സുധീരനെന്നും ബിജു ചൂണ്ടിക്കാട്ടി. അദ്ദേഹം വളരെ പരിശുദ്ധനാണെന്ന് തീർക്കാൻ വേണ്ടി വ്യക്തിവിരോധങ്ങൾ ഒരു സംഘടനാ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഈ രീതിയിൽ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഒരു നേതാവിനും ഭൂഷണമല്ല. VM സുധീരൻ ചികിത്സയിലായിരുന്നതിനാൽ അദ്ദേഹത്തെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ബിജു രമേശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. AAP MLA അറസ്റ്റ് ചെയ്തതിനെതിരെ ദില്ലിയിൽ വ്യാപക പ്രതിഷേധം. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം ഇരമ്പിക്കാനാണ് AAPയുടെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ 144 പ്രഖ്യാപിച്ചു. ആം ആദ്മി MLA ദിനീഷ് മൊഹാനിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കള്ളക്കേസിൽ കുടുക്കേണ്ടെന്നും തങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തുഗ്ലക് റോഡിൽ വെച്ച് ഇവരുടെ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ മുഴുവനും ദില്ലി പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമുണ്ടായി. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്ക് ആദായ നികുതി വകുപ്പിന്റെ ഇരുട്ടടി. ഭൂമിക്കായി കൈപ്പറ്റിയ തുകയുടെ 40% നികുതി അടയ്ക്കണമെന്ന് കാട്ടി ആദായ നികുതി വകുപ്പ് ഭൂമി വിട്ടു നൽകിയവർക്ക് നോട്ടീസ് നൽകി. ആദായ നികുതിയിൽ ഇളവ് നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെങ്കിൽ തുക തിരിച്ചടയ്ക്കുന്നതിനൊപ്പം അറസ്റ്റുമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ഭൂമി ഏറ്റെടുക്കൽ സമിതിയാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി 600ഓളം കുടുംബങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തത്. പഞ്ചായത്ത് പ്രദേശത്തെ കാർഷിക ഭൂമി വിട്ടു നൽകിയാൽ ആദായ നികുതിയിൽ ഇളവ് ലഭ്യമാകുമെന്നായിരുന്നു പ്രദേശവാസികളോട് പറഞ്ഞിരുന്നത്. ആദായ നികുതി ഒടുക്കേണ്ട സാഹചര്യം വന്നാൽ അതിൻ്റെ ചിലവ് സർക്കാർ വഹിക്കുമെന്ന് കരാറുമുണ്ടാക്കി. എന്നാൽ 2010 വിഴിഞ്ഞം പഞ്ചായത്തിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലയിപ്പിച്ചതോടെ പഞ്ചായത്ത് പ്രദേശത്തെ ഇളവ് നഗരപരിധിയിൽ നൽകാനാകില്ലെന്നതാണ് ആദായ നികുതി വകുപ്പിൻ്റെ നിലപാട്. ഭൂമി വിലയുടെ 20% തുക ഇൻകം ടാക്സ് അടയ്ക്കണമെന്ന് കാട്ടി നോട്ടീസ് നൽകി. എന്നാൽ സർക്കാർ നികുതി അടയ്ക്കുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നതിനാൽ പ്രദേശവാസികൾ നോട്ടീസ് അവഗണിച്ചു. കഴിഞ്ഞ UDF സർക്കാർ തുകയടയ്ക്കാത്തതിനാൽ പിഴത്തുക അടക്കം 40% നികുതി അടിയന്തരമായി അടയ്ക്കണമെന്നതാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനാണ് നമ്മൾ ഈ വസ്തു വിട്ടുകൊടുത്തിരുന്നത്. സർക്കാരുമായിട്ടാണ് എഗ്രിമെൻറ്റ് എഴുതിയിരുന്നതെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് വരില്ല. കാരണം പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു വസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം ടാക്സ് വരില്ല എന്നാണ് അവർ പറയുന്നത്. വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് നമ്മൾ വസ്തു എഴുതി കൊടുത്തിരിക്കുന്നത്. സർക്കാർ വിലയാധാര പ്രകാരമാണ് വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ വിഷയത്തിൽ ഒരു ഇളവ് നൽകാൻ പറ്റില്ല എന്നാണ് ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. നികുതി ഒടുക്കാത്തവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മറ്റൊരു കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചതോടെ നാട്ടുകാർ അറസ്റ്റ് ഭീതിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച തുക പൂർണ്ണമായും ചിലവാക്കി തീർത്തതിനാൽ പലർക്കും ലക്ഷങ്ങൾ വരുന്ന നികുതി ഒടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച ഇവർ ഇന്ന് അന്യരായി കഴിഞ്ഞു. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ വേണ്ടി വന്നിരിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തു നിന്നും ക്യാമറമാൻ RK കുമാറിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ TV ഇമ്പാക്ട്. വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലം വിട്ടു നൽകിയവരുടെ ആശങ്ക പരിഹരിക്കുമെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പീപ്പിൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം
ജൂൺ 30 ചേരും. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ടവരുമായിട്ടുള്ള സംസാരത്തിന് 30-ാം തീയതി ഇത് ചേർത്തിട്ടുണ്ട്. അത് ആ തീരുമാനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡൽഹിയിലാണ്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം സംസാരിക്കും. പ്രധാനപ്പെട്ട വിഷയമാണത്. ആ വിഷയത്തിൻ്റെ ഗൗരവം കണക്കെടുത്തുകൊണ്ട് തന്നെ അടിയന്തരമായും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതേത് ഇതിനെ ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ 22ാം വാർഷിക പൊതുയോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ ജഗദീഷിന്റെ പരാതിയും സലീം കുമാറിന്റെ രാജിവിവാദവും യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുന്നു. സമീർ, ഏതു വിധത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്? യോഗത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ജഗദീഷും സലീം കുമാറും വന്നു ചേർന്നിട്ടുണ്ടോ? അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക്. അജിംഷാദ്, വാർഷിക പൊതുയോഗം 11 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഇതുവരെയും ഇരുവരുടെയും സാന്നിധ്യം യോഗത്തിലേക്ക് എത്തിയിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാദം വലിയ രീതിയിൽ അമ്മയ്ക്കകത്ത് ഭാരവാഹികൾക്കിടയിലും അതോടൊപ്പം തന്നെ അംഗങ്ങൾക്കിടയിലും വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കി എന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, വിവാദങ്ങളൊന്നും തന്നെ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് ഇക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവാദത്തിന് തിരികൊളുത്തിയ ജഗദീഷും അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സലീം കുമാറും ഇതുവരെയും യോഗത്തിലെത്തിയിട്ടില്ല. സലീം കുമാർ പ്രധാനമായും ഒരു കത്ത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അമ്മയുടെ സെക്രട്ടറി ഇടവേള ബാബുവിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ജഗദീഷ് എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും വളരെ ഗൗരവമുള്ള, അല്ലെങ്കിൽ അമ്മയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു ജഗദീഷിന്റെയും അതോടൊപ്പം തന്നെ സലീം കുമാറിന്റെയും നിലപാടുകൾ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടത് സ്ഥാനാർത്ഥിയായി KB ഗണേഷ് കുമാറും UDFിന്റെ സ്ഥാനാർത്ഥിയായി ജഗദീഷും എത്തുന്നു. ഭീമൻ രഘു BJPയുടെ സ്ഥാനാർത്ഥിയുമായും എത്തി. ഈ വേളയിലായിരുന്നു മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ ഗണേഷ് കുമാറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയത്. ഇതാണ് ഏറ്റവും ജഗദീഷിനെ പ്രകോപിപ്പിച്ചതും ഇതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉണ്ടായതും. ഈ വേളയിലായിരുന്നു സലീം കുമാർ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ നൽകിയ വാക്കുകൾക്കപ്പുറത്ത് ഔദ്യോഗികമായുള്ള ഒരു കത്തോ മറ്റു തരത്തിലുള്ള ഇടപെടലോ മറ്റു തരത്തിലുള്ള ഒരു അറിയിപ്പോ അമ്മയുടെ ഭാരവാഹികളെ നേരിട്ട് സലീം കുമാർ അറിയിച്ചിട്ടില്ല എന്നാണ് യോഗത്തിന്റെ അല്പസമയം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അമ്മയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇടവേള ബാബു വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ രാജിവെച്ച ഒരാൾക്ക് ഇന്ന് കത്ത് നൽകേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഒരു നാടകം മാത്രമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഏതായാലും യോഗം ഇപ്പോൾ ശരി സമീർ, യോഗം പുരോഗമിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് സമീർ വാഴങ്ങോട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ജിഷ വധക്കേസിൽ സുഹൃത്ത് അനാറുൽ ഇസ്ലാമിന് നേരിട്ട് പങ്കുണ്ടെന്ന് അമീറുൽ ഇസ്ലാം മൊഴി നൽകി. കൊലപാതകം നടത്തിയത് ഒറ്റയ്ക്കല്ലെന്ന് ആണ് അമീറിന്റെ പുതിയ മൊഴി. എന്നാൽ അമീർ മൊഴി മാറ്റുന്ന സാഹചര്യം അന്വേഷണ സംഘം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അലക്സ്, ഏതൊക്കെ വിധത്തിലാണ് പോലീസ് ഇതേ സംബന്ധിച്ച് അനുമാനിക്കുന്നത്? എന്തൊക്കെയാണ് അന്വേഷണത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ? മറികടക്കാനാകുമോ മൊഴിമാറ്റം? അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക്. അജിംഷാദ്, പ്രതി ആമിറുൽ ഇസ്ലാം പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കുന്നത് ജൂൺ 21-നാണ്. ജൂൺ 21-ന് പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ലഭിച്ചതിന് ശേഷം ഇയാളെ കൊണ്ടുവന്നത് ആലുവയിലെ ഈ പോലീസ് ക്ലബ്ബിലാണ്. ഇവിടെ പോലീസ് നടത്തുന്ന ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ പ്രതി ആമിറുൽ ഇസ്ലാം പരസ്പര വിരുദ്ധമായി മൊഴിമാറ്റി പറയുക. ജമ്മു കാശ്മീരിലെ CRPF സംഘത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരിൽ മലയാളി സൈനികനും തിരുവനന്തപുരം സ്വദേശിയും CRPF സബ് ഇൻസ്പെക്ടറുമായ ജയചന്ദ്രനാണ് മരിച്ചത്. സൈനികൻ്റെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കും. അതേസമയം ജമ്മു ശ്രീനഗർ പാതയിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് അവഗണിച്ചെന്ന റിപ്പോർട്ടിന്മേൽ CRPF DGയോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണവും തേടിയിട്ടുണ്ട്. CRPF 161 ബറ്റാലിയനിൽ സബ് ഇൻസ്പെക്ടറായ തിരുവനന്തപുരം പാലോട് സ്വദേശി ജയചന്ദ്രനാണ് വീരമൃത്യു മരിച്ച 8 സൈനികരിലെ മലയാളി. പരിശീലനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ജയചന്ദ്രൻ ഉൾപ്പെടെ സഞ്ചരിച്ച CRPF വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. 4 സൈനികർ തൽക്ഷണം മരിച്ചു. മറ്റു 4 സൈനികർ ആശുപത്രിയിൽ വച്ചും മരിച്ചു. 2 സബ് ഇൻസ്പെക്ടർമാരും 6 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റിട്ടും ജവാന്മാർ നടത്തിയ പ്രത്യാക്രമണത്തിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. മറ്റ് 2 ഭീകരർ രക്ഷപ്പെട്ടതിനാൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മരണപ്പെട്ട ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള സൈനികരുടെ മൃതദേഹം ശ്രീനഗറിൽ പൊതുദർശനത്തിന് വച്ചു.
ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, CRPF ഡയറക്ടർ ജനറൽ അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. എന്നാൽ ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് CRPF അവഗണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നതിന് മുമ്പ് ഹിതപരിശോധന നടത്തണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. വീട്ടമ്മമാരിൽ നിന്ന് വോട്ടെടുപ്പ് നടത്തണമെന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടത്. തട്ടിക്കൂട്ട് സംഘടനകളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കരുതെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സുധീരൻ പറഞ്ഞു. സത്യസന്ധമായ വസ്തുതകൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ജനാഭിപ്രായം സത്യസന്ധമായി തേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു റഫറൻഡം നടത്തി നീതിപൂർവമായി, നിഷ്പക്ഷമായി, കാര്യക്ഷമമായി, കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ഗൗരവത്തോടുകൂടി തന്നെ ഈ ഒരൊറ്റ അജണ്ട വെച്ചുകൊണ്ട് റഫറൻഡം നടത്താൻ തയ്യാറാകുമോ? കാതലായിട്ടുള്ള പ്രശ്നമാണ്. പരവൂർ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ കളക്ടറെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. SP ശ്രീധരന്റെ നേതൃത്വത്തിൽ 2 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു. 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കേണ്ടതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ പക്കൽ നിന്ന് വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചത്. ഇന്നലെ വൈകിട്ട് ഓഫീസ് സമയം അവസാനിച്ചതിന് ശേഷമായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം കളക്ടറേറ്റിലെത്തിയത്. വെടിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ എത്ര തവണ വന്നിരുന്നു, അനുമതി നിഷേധിച്ച ശേഷവും ക്ഷേത്ര ഭാരവാഹികൾ എത്തിയോ, ADM വാക്കാൽ വെടിക്കെട്ടിന് അനുമതി നൽകിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം കളക്ടറോട് ചോദിച്ചു. വെടിക്കെട്ടിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായോ എന്നും അന്വേഷണ സംഘം ആരാഞ്ഞു. ക്ഷേത്ര ഭാരവാഹികൾ കളക്ടറേറ്റിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലില്ലെന്ന് കളക്ടർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഒരു പ്രാവശ്യം ക്ഷേത്ര ഭാരവാഹികൾ കണ്ടിരുന്നു. കളക്ടറേറ്റിൽ തന്നെ കാണാൻ നിരവധി പേർ വരുന്നതിനാൽ പിന്നീട് ഭാരവാഹികൾ എത്തിയിരുന്നോ എന്ന് അറിയില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. കളക്ടറുടെ ഓഫീസിലെ ചില ഫയലുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ SP ശ്രീധരനെ കൂടാതെ അന്വേഷണ സംഘത്തിൽ മറ്റ് 2 ഉദ്യോഗസ്ഥരും കൂടി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നും നാളെയും തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനവും ചർച്ചാ വിഷയമായേക്കും. ജില്ലാ കമ്മിറ്റികൾ ചേരുന്നതിനുള്ള തീയതികളും യോഗത്തിൽ തീരുമാനിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നോമ്പുകാലം ഈന്തപ്പഴങ്ങളുടെ കാലം കൂടിയാണ്. റമദാൻ നോമ്പ് ആരംഭിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ഇനം ഈന്തപ്പഴങ്ങളുടെ ശേഖരമാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സുകളും നോമ്പുകാലത്ത് കേരളത്തിലെത്തുന്നുണ്ട്. റമദാൻ അടുത്തതോടെ നോമ്പുതുറ വിഭവങ്ങളിൽ വിശിഷ്ട ഫലങ്ങൾക്കും പ്രാധാന്യം ഏറുകയാണ്. ഒരു പകൽ മുഴുവൻ നീളുന്ന വ്രതത്തിന് ശേഷം നോമ്പ് തുറക്കുമ്പോൾ എല്ലാ വീടുകളിലും ഈന്തപ്പഴമുണ്ടാവും. കിലോയ്ക്ക് 300 രൂപ മുതൽ 2500 രൂപ വരെ വിലയുള്ള 50ലധികം വ്യത്യസ്ത ഇനം ഈന്തപ്പഴങ്ങളാണ് ഇക്കാലയളവിൽ കേരളത്തിലെത്തുന്നത്. ഇവയിൽ ഭൂരിഭാഗവും സൗദിയിൽ നിന്നാണ്. മദീനയിൽ മാത്രം വിളയുന്ന ഹോളി അജ്വ ആണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. കിലോഗ്രാമിന് 2500 രൂപ. ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു 1000 രൂപ മുതലുള്ള ഡേറ്റ്സുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അജ്വ എല്ലാവരും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സുകൾക്കും നോമ്പുകാലത്ത് ആവശ്യക്കാർ ഏറെ. 600 മുതൽ 3000 വരെയാണ് ഇവയുടെ വില. വിദേശ രാജ്യങ്ങളിലെ ചോക്ലേറ്റ് ശേഖരങ്ങളും ബദാമുകളും കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട്. വിഭവങ്ങൾക്ക് പുറമെ ഉപവാസത്തിന്റെ ആലസ്യം വിട്ടുമാറാൻ പോഷകഫലങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് ദിവസേന കച്ചവടശാലകളിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചിയുടെ സംഗീതാസ്വാദനത്തിന് പുതുമ പകർന്ന പുതിയ ബാൻഡിന് തുടക്കമായി. ചില്ലാക്സ് വാദ്യ എന്ന് പേരിട്ട ബാൻഡ് പ്രമുഖ സംഗീത സംവിധായകൻ ദീപക് ദേവ് ഉദ്ഘാടനം ചെയ്തു. വോക്കലിസ്റ്റുകളായ ദുർഗ, ജിൻസ്, മീര രണദിവെ, വിഷ്ണു തുടങ്ങി 9 ആർട്ടിസ്റ്റുകൾ ചേർന്നാണ് ബാൻഡ് ആരംഭിച്ചിരിക്കുന്നത്. നാടൻ പാട്ടിൻ്റെ ചടുലതയ്ക്കൊപ്പം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഊർജ്ജവും ഒത്തുചേർന്ന വ്യത്യസ്തവും പുതുമയുള്ളതുമായിരിക്കും തങ്ങളുടെ സംഗീത പരിപാടിയെന്ന് ചില്ലാക്സ് MD V. കിരൺ